ഹലോ, എന്നത്തെയും പോലെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഞാനിന്ന് ഹായ് ഉറക്കമായി. അപ്പം എന്നാ ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ആകെ ഒരു വേറെ ഒന്നും ചെയ്യേണ്ടൊരു ഹെൽത്തൊന്നുമില്ല, ഒരു മടുപ്പ്. പിന്നെ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ റീൽസും ഇതും കണ്ട് മടുത്തു. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായല്ലോ, ഇന്ന് ചെയ്തേക്കാമെന്ന്. അപ്പം കഴിഞ്ഞ ദിവസം ബക്രീദിൻ്റെ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം ബർത്ത്ഡേക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നത്തെ ദിവസം ആകെ ഞാനിങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് എല്ലാവരും പറയും ഈ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തോ ഇപ്രാവശ്യം എനിക്കത്ര അങ്ങനെയുള്ള ഒരു ഇതും തോന്നിയൊന്നുമില്ല. വലിയ നല്ലൊരു ദിവസമാണെന്നോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ അല്ലെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണെന്നോ എന്തോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാ തവണത്തെയും പോലൊന്നും അല്ല, ഇത്തവണ വളരെ കുറച്ച് വിഷസും ഒക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും തിരക്കാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമല്ല. ഞാനിങ്ങനെ ഇന്നലെ പിള്ളേരുടെ കൂടെ ഉറങ്ങാനായിട്ട് കിടന്ന സമയത്ത് ഞാനിങ്ങനെ ഓർത്തു, നമ്മൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് സംഭവം? അതിനൊരു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരാണ് ഈ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തുറന്നു പറയുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള അങ്ങനെ ആളാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എനിക്കെന്തോ ഇന്നലെ ഞാൻ ആലോചിച്ചപ്പോഴത്തേനും അങ്ങനെ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്കൊരാളെ എപ്പോഴും ഫ്രണ്ടായിട്ടോ ആരുമായിട്ടും വയ്ക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരാളെ കാണാൻ പറ്റുക എനിക്കറിഞ്ഞൂടാ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്ത സമയത്ത് എനിക്കൊരു ഫ്രണ്ടാണ് സ്പെഷ്യൽ ഫ്രണ്ടെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ എല്ലാ സിറ്റുവേഷനിലും ഞാൻ ഏറ്റവും വിഷമിച്ചിരുന്ന സമയത്താവട്ടെ, ഞാൻ ഏറ്റവും സന്തോഷമായിട്ടിരുന്ന സമയത്താവട്ടെ, ഞാനൊന്നുമല്ല, ഞാനൊരു ബിഗ് സീറോ ആ ഒരു ടൈമാവട്ടെ, എപ്പോഴും ആ ഒരു പേഴ്സൺ, ആ ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്തില്ലെങ്കിൽ കൂടി ഞാൻ എന്നൊരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഉണ്ടെന്ന് ഞാനിപ്പോഴും എനിക്ക് അറിയാവുന്ന ഒരാൾ. അങ്ങനെ ഏറ്റവും ചുരുക്കം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ നമ്മളെന്താ പറയുക, ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയുന്ന ഒരാളെ മാത്രമേ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, കാരണം എന്നെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട സമയം തൊട്ട് ഇന്ന് വരെയും ആ വ്യക്തി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ കൂടെ തന്നെ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്നിട്ടല്ല. അപ്പം അല്ലെങ്കിൽ ഞാനിപ്പോൾ കരഞ്ഞു അല്ല എൻ്റെ കണ്ണുനീർ തൂത്ത് തന്നു, ഞാൻ ചിരിച്ചപ്പോൾ എൻ്റെ കൂടെ ചിരിച്ചു, അങ്ങനെയല്ല. എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ എല്ലാ കാര്യത്തിലും. ഇപ്പം ഞാൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാനെന്നൊരു വ്യക്തിയെ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരാൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികളൊക്കെ ഏറെക്കുറെ പേരും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ മിക്കവരും എന്തോ എനിക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ കൂടി പറ്റുന്നില്ല ഒന്നിനെക്കുറിച്ചും. പാസ്റ്റ് എപ്പോഴും അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ പാസ്റ്റായാലും പ്രസൻ്റ് ആയാലും ഫ്യൂച്ചറിലാണെങ്കിലും ഞാൻ ഈ പറയുന്ന വ്യക്തി അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എപ്പോഴും നല്ലതായിട്ട് തന്നെ എന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക, അല്ല എൻ്റെ കണ്ണുനീര് വരത്തിൽ സംസാരിക്കുക, അങ്ങനെ ഒരു അഭിനയവും ഇല്ല. ആ വ്യക്തി എന്താണോ അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം എന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാവാതിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തോടെ തന്നെ എപ്പോഴും അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും പറയേണ്ട സമയത്ത് പറയും, പിണങ്ങിയിരിക്കേണ്ട സമയത്ത് പിണങ്ങിയിരിക്കും, സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്
അപ്പം ഞാൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത്, ഞാൻ ആ വ്യക്തിനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു വ്യക്തി എന്താണെന്നുള്ള കാര്യം അറിയാം നന്നായിട്ട്. അങ്ങനെ ഒരാൾ, അതാണ് എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഈ ജന്മത്തിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക, ദൈവം തന്നൊരു ഗിഫ്റ്റാണത്. കാരണം ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊന്നും അല്ലാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴും എല്ലാം കൂടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഞാൻ ഏറ്റവും ഭാഗ്യവതിയാണ്. അപ്പം എനിക്ക് ഒത്തിരി കുറവുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനെ നിൽക്കാതെ പോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ള ഒത്തിരി പേര് അല്ലാത്ത ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരായിട്ട് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ്. എനിക്ക് വരുന്ന കമൻസ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ, അത്രയോളം ഇപ്പോൾ എനിക്കുള്ളൊരു പുറത്തുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഞാനത് ചുരുക്കിയതാണ്. കാരണം എനിക്ക് റിയലായിട്ടുള്ള ആൾക്കാർ മതി, അതാണ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ കയ്യിൽ നിന്നൊരു ഗിഫ്റ്റാണ് എനിക്കത്. അതെപ്പോഴും അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും ഞാൻ ആ വ്യക്തിയോട് ഞാൻ പുകഴ്ത്തി ഇത് നല്ലതാണ് അതാണ് അങ്ങനെ ഞാൻ പറയത്തില്ല. കാരണം എപ്പോഴും അതെൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും ഞാനത് പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരാണെന്ന് കൂടി പറയാത്തത്, അതാരാണെന്നുള്ള കാര്യം കൂടി പറയാത്തത്. ഇപ്പം തന്നെ ഞാൻ ഈ വീടിനകത്ത് തന്നെ ഇരുന്ന് പോവാണ്. പക്ഷേ ഇടയ്ക്ക് എനിക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ടൊക്കെ ആണെങ്കിലും എന്നെ കൊണ്ടുപോകും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും ശ്രദ്ധിച്ച് ഏറ്റവും കെയർഫുള്ളായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അതിനകത്തൊരു മാറ്റം ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയൊക്കെ ആയിപ്പോയി. പറയാം. അപ്പം ഞാനല്ലാണ്ട് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതലും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ്. ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വയ്യാതിരിക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു യാത്ര ഉണ്ടായിരിക്കും പുറത്തേക്ക്. അങ്ങനെ ചെറിയ ദൂരം പോവുള്ളൂ. അത്രയും ദൂരം പോകുമ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിച്ച ആളാണ്. അപ്പം അതൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ചെറിയ യാത്രകൾ ഞാൻ ഇഷ്ടപ്പെടും. പിന്നെ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കണ്ണീർ സീരിയലോ ഒക്കെ സിനിമയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.